ഈശോ മിശിഹായിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ, ഹേമന്തകാലത്തെ മഞ്ഞുതുള്ളികളോടൊപ്പം ഒരു ക്രിസ്തുമസ് ദിനം കൂടി സമാഗതമായി. ദൈവത്തോടുള്ള സമാനത മുഴുവൻ വെടിഞ്ഞ് മനുഷ്യരോടൊത്ത് മനുഷ്യനായി ജീവിക്കുവാൻ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഹാസംഭവത്തിൻ്റെ ഓർമ്മകൾ. ഭൂമിയിൽ പാപഭാരത്താൽ വലയുന്ന ജനതയെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ദരിദ്രനിൽ ദരിദ്രനായി ജാതനായ ദൈവപുത്രൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന സുദിനം. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ വാർത്തയാണ് ക്രിസ്തുമസ് വിളംബരം ചെയ്യുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് സമാധാനം. മഞ്ഞിലെ ഉണർവുള്ള മനസ്സുകൾ അത് കേട്ടു. മരം കോച്ചുന്ന രാവിൽ ചൂടിനരികെയിരുന്ന ഇടയന്മാർ ഒന്നുചേർന്ന് സ്വന്തം സുരക്ഷിതത്വവും സുഖവും വെടിഞ്ഞ് ബെത്ലഹേമിലെ കാലിക്കൂട്ടിലെത്തി വൈക്കോൽമത്തയിൽ സ്വച്ഛമായി ഉറങ്ങുന്ന ദിവ്യ പൈതലിനെ കണ്ടു. പാവപ്പെട്ട ഇടയന്മാരുടെ നേർക്കായിരിക്കണം ദിവ്യ ഉണ്ണി ആദ്യമായി കണ്ണു തുറന്നത്. അവരുടെ ഹൃദയത്തിൽ അവന് സ്ഥാനമുണ്ടായിരുന്നു. അവർ ഉണ്ണിയെ കണ്ട് ആരാധിച്ച് കാഴ്ചകൾ സമർപ്പിച്ച് സമാധാനവും സന്തോഷവും ഉള്ളവരായി തിരികെ പോയി. ദൈവത്വത്തിന് മനുഷ്യത്വമായും മനുഷ്യത്വത്തിന് ദൈവത്വവുമായും എത്രമാത്രം അടുക്കാനാവുമെന്ന സത്യം ഈശോയുടെ മനുഷ്യാവതാരം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവ മനുഷ്യ സമന്വയത്തിൻ്റെ ആഴങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പുൽക്കൂട്ടിലെ ശിശു ദൈവ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണമായ അടയാളമാണ്. ദൈവം മുകളിൽ എവിടെയോ മറഞ്ഞിരിക്കുന്നവനല്ല, നമ്മോട് കൂടെയുള്ളവനാണ്, എമ്മാനുവേലാണ് എന്ന സത്യം നിരന്തരം നമ്മെ പഠിപ്പിക്കുന്ന പാഠശാലയാണ് പുൽക്കൂട്. ആദ്യം മുതൽക്കേ ദൈവം മനുഷ്യനോടുകൂടെ നടക്കാൻ ആഗ്രഹിച്ചവനാണ്. ആഹാവ് രാജാവിന് ദൈവം അവരോടൊത്തുണ്ട് എന്നതിന് ഒരു അടയാളം കൊടുത്തു ദൈവം. ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യൂദായുടെ കൂടെ ദൈവം കൂടെയുണ്ട് എന്നുള്ളതിനുള്ള അടയാളമായിരുന്നു എമ്മാനുവേൽ എന്ന കുഞ്ഞ്. ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവകൃപയുടെയും മനുഷ്യരൂപം മറിയത്തിൻ്റെ ഉദരഫലമായി മനുഷ്യവംശത്തിന് ലഭിച്ചു. കർത്താവ് കൂടെയുള്ള അനുഭവമാണ് യേശുവിലൂടെ നമുക്കും സാധ്യമായി തീർന്നിരിക്കുന്നത്. ദൈവത്തെ അകലങ്ങളിൽ പ്രതിഷ്ഠിക്കുക മനുഷ്യ സഹജമാണ്. എന്നാൽ വിണ്ണിൽ നിന്നും മണ്ണിലേക്കിറങ്ങി മനുഷ്യത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്ന് അവനോടൊപ്പം ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ദൈവത്തെ നമുക്ക് ക്രിസ്തുമസ് തരുന്നു. സ്വാർത്ഥത മൂലം പാപം ചെയ്ത് അധപ്പതിച്ച മനുഷ്യനെ ത്യാഗം ചെയ്ത് വീണ്ടും മനുഷ്യത്വം നിറഞ്ഞ മനുഷ്യരാക്കി അതുവഴി വിശുദ്ധരും ദൈവപുത്രരുമാക്കി മാറ്റാൻ വിണ്ണ് വന്ന ദൈവമാണ് പുൽക്കൂട്ടിലുള്ളത്. ബെത്ലഹേമിൻ്റെ ഓർമ്മ ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സുകളുടെ പടിവാതിൽക്കിലെത്തിയിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ തിരക്കുകളും യാന്ത്രികത്വവും ഒരുക്കുന്ന വിരസതയിൽ നിന്നും ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് വരെ ആത്മാവിൻ്റെ തേരിലേറി യാത്ര ചെയ്യുമ്പോൾ പ്രശാന്തമായ ഒരനുഭവം നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ബെത്ലഹേം വരെ പോകാം. മാലാഖമാരുടെ ദിവ്യദൂതന് ചെവി കൊടുത്ത ഇടയന്മാരുടെ ദൃഢമായൊരു തീരുമാനം. മലഞ്ചെരുവിൽ രാത്രിയുടെ തണുപ്പും ഉറക്കത്തിൻ്റെ സുഖവും മാറ്റിവെച്ച് അവർ യാത്രയാവുന്നു. അതൊരന്വേഷണമാണ്. കാലിത്തൊഴുത്തിൽ വിശുദ്ധി തേടിയുള്ള യാത്ര. പുൽത്തൊട്ടിൽ കിടക്കുന്ന ദിവ്യശിശുവിൻ്റെ ദീപ്തമായ മുഖശോഭയുടെ മുന്നിൽ ശിരസ് നമിച്ചപ്പോൾ അവർക്ക് കൈവന്നു നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് ദൈവം സമ്മാനിക്കുന്ന സമാധാനം. ഇടയ മനസ്സുകളുടെ നിഷ്കളങ്കതയും ആർജവത്വവും കൈമുതലായുള്ള ഇവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ക്രിസ്തുമസ്. കാലിത്തൊഴുത്തിൽ പിറന്നവനിൽ ദിവ്യത്വം കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് മഞ്ഞു വകവയ്ക്കാതെ തണുപ്പേറ്റ് തിരക്കിനിടയിലും ദേവാലയത്തിലേക്ക് യാത്രയാവുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ ക്രിസ്തുമസ് കാലത്ത് നമുക്ക് കാണാൻ കഴിയും. 25 ദിവസം ഒരു നിഷ്ഠയായി അവർ വിശുദ്ധിയിലേക്ക് ചുവടുവെക്കുമ്പോൾ 25-ാം ദിവസം അവർക്കൊരു പ്രതീക്ഷയുടെ നക്ഷത്ര വിളക്കായി മുന്നിലുണ്ട്. അവർക്ക് ക്രിസ്തുമസ് ആവേശമായി മാറുന്നു. പ്രതീക്ഷയുടെയും അന്വേഷണത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും വിശുദ്ധമായ തലത്തിൽ രക്ഷകൻ ശിശുവായി ജനിക്കുന്നു. ആ ശിശുവിൻ്റെ ജനനം ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്നു. ഇടയ മനസ്സിൻ്റെ കരുതൽ കുടുംബത്തോട് സമൂഹത്തോട് തന്നോട് തന്നെ കാത്തു സൂക്ഷിക്കുന്നവന് രക്ഷകൻ്റെ പിറവിയുടെ സന്ദേശം ഒരു ദൂതാവും. അവൻ്റെ മുന്നിൽ ബെത്ലഹേമിലേക്കുള്ള ഒരുക്കത്തിൻ്റെ വഴി വ്യക്തമാകും. ഒരുക്കത്തിൻ്റെ ഈ ദിനങ്ങളിൽ ദൂതൻ നമ്മോട് അരുളുന്നു, ഉണരുക, ബെത്ലഹേമിലെ അത്ഭുതം ദർശിക്കാൻ വരിക.
ജീവിതത്തിൻ്റെ സാധാരണ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തരാകാനുള്ള വിളി, പുതിയൊരു പ്രകാശത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണുന്നതിനുള്ള വിളി. ദുഃഖങ്ങളുടെ ചുമടേന്തി വീഴുന്ന മനുഷ്യർ വസിക്കുന്ന ബെത്ലഹേമിൽ പട്ടിണിയുടെയും അപമാനത്തിൻ്റെയും കാലിത്തൊഴുത്തിൽ പരാജയങ്ങളുടെയും സഹനങ്ങളുടെയും കണ്ണീരും സന്തോഷവും സഹനവുമെല്ലാം ഇടകലർന്ന് നിറയുന്ന പാതിരാവിലേക്ക് ബെത്ലഹേം വരെ യാത്ര ചെയ്യാനുള്ള ഒരു ഇടയ മനസ്സ് നമുക്കും ഉണ്ടാവട്ടെ. ഈ ഒരുക്കവും സന്നദ്ധതയും ജീവിതത്തിലെ നിരവധിയായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.